ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് എന്താന്ന് വെച്ചാല് നമ്മൾ S1 to S8 വരെ നമ്മളുടെ സ്കിൽ സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ പ്ലേസ്മെന്റിൽ ഇരിക്കുന്ന ടൈമിൽ ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എത്ര CGPA ഉണ്ടോ, SGPA ഉണ്ടോ, ഇപ്പൊ നമുക്ക് സപ്ലി ഉണ്ടോ, അതൊന്നും ചിലപ്പോ നല്ല ഒരു 90% കമ്പനി അതൊന്നും കാര്യമാക്കില്ല. നമ്മളുടെ സ്കിൽസ് നമ്മൾ എങ്ങനെ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയി നിൽക്കുന്നു, നമ്മളെ യുണീക്ക് ആക്കുന്ന എന്താണെന്നൊക്കെയാണ് ആ കമ്പനി നോക്കുന്നത്. അപ്പൊ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം S1 തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് S8 S7 ആൻഡ് S8 എത്തുമ്പം എന്തായാലും നല്ല രീതിയിൽ പ്ലേസ്ഡ് ആവാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു വ്ളോഗാണ് ഇന്നത്തേത്. അപ്പൊ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഈ ആഴ്ചത്തെ ലൈവ് സെക്ഷൻ നാളെ രാത്രി 7 മണിക്കായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, സാറ്റർഡേ സൺഡേ ആയിരിക്കും ലൈവ് വരുന്നത്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നാളെ ആയിരിക്കും ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പം S1 ഇപ്പൊ നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് കാണത്തില്ല. നിങ്ങൾക്കിപ്പോ ഒരു സ്കില്ല് പോലും നിങ്ങൾക്ക് പറയാനില്ലെന്ന് വെക്ക്. അപ്പം ഇപ്പൊ നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഇന്റർവ്യൂവർ അതൊക്കെ നമുക്ക് നോർമൽ ആയിട്ട് അറിയാമായിരിക്കും. നമ്മളോട് ആദ്യമേ ചോദിക്കുന്നത് ടെൽ us about yourself. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഒരു പുതിയ ടീച്ചർ കടന്നു വരുമ്പോൾ നമ്മളോട് നമ്മളുടെ ഒരു ഇൻട്രോ പറയാൻ വേണ്ടി പറയും. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, മൈസെൽഫ്, എന്റെ പേര്, ഐ എം കമ്മിങ് ഫ്രം ആൻഡ് മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളാണോ നമ്മൾ പറയേണ്ടത്? ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ആ ഇന്റർവ്യൂവിന് പ്രത്യേകിച്ച് നമ്മുടെ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതുമല്ല, നമുക്ക് വളരെ മിനിമം ടൈം ആയിരിക്കും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമ്മളെ എങ്ങനെ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നു, നമ്മളെ എങ്ങനെ യുണീക്ക് ആക്കുന്നു എന്നുള്ളതാണ് നമ്മൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഇൻട്രോയിൽ നമ്മൾ പറയേണ്ടത്. അപ്പൊ നമ്മൾ ഇൻട്രോ പറയുമ്പം നമുക്ക് പറയാം നമ്മളുടെ പേര്, പിന്നെ എവിടുന്ന വരുന്നതെന്ന് പറയാം. എന്നിട്ട് പറയാം എനിക്ക് ഒരു 2 വീക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ഇന്റേൺഷിപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു, അതിൽ എനിക്കൊരു 2 വീക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ എനിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം എംബഡഡ് സിസ്റ്റം ആണെങ്കിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത് മൈക്രോ കൺട്രോളേഴ്സിനെ പറ്റിയൊക്കെ നല്ലോണം അറിയാം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും വോളണ്ടിയർ ചെയ്യുവാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഇവന്റ് നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് കോർഡിനേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര വാല്യൂ ആണ്. കാരണം നമുക്ക് പറയാൻ പറ്റും, ഇപ്പം പാരലൽ ആയിട്ട് 2 സിറ്റുവേഷൻസ് കടന്നു വന്നു, അപ്പൊ ആ ഒരു സംഭവം നമുക്ക് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇപ്പൊ രണ്ടൊരു സിറ്റുവേഷൻസ് അടുപ്പിച്ചു വന്നു, നമ്മൾ എങ്ങനെ അത് കോർഡിനേറ്റ് ചെയ്യണം, അത് വളരെ വലിയൊരു സ്കില്ലാണ്. ഒരു കമ്പനി നോക്കുന്ന ഏറ്റവും വലിയൊരു സ്കില്ലാണ്. ഇപ്പൊ ക്രൈസിസ് സിറ്റുവേഷൻ നമുക്ക് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആ കമ്പനിയിൽ ഒരാൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ തരും. അപ്പൊ നമ്മളത് നല്ലോണം, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കത് പറയാൻ പറ്റണം. പിന്നെ നമ്മൾ ഹാക്കത്തോൺ, അങ്ങനത്തെ വർക്ക്ഷോപ്സ് അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു പൊസിഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ IEEE ഒക്കെ ഇവന്റ്സ് ഉണ്ടല്ലോ, അപ്പം അതിന്റെയൊക്കെ ചെയർ എന്ന് പറയുന്നതോ, അങ്ങനെ ഞാൻ അതിന്റെ ഒരു ചെയർ ആയിരുന്നു, അങ്ങനെ എനിക്ക് കുറെ കണക്ഷൻസ് ഉണ്ടായി, ഇപ്പം ഇന്റർനാഷണൽ ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്തു, അങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ആ ഇൻട്രോയുടെ ഒരു സംഭവത്തിൽ പറയാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ഒരു ഇൻട്രോ നമുക്ക് പറയണമെങ്കിൽ നമ്മളപ്പം S1 തൊട്ട് ഇതിന് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പൊ നിങ്ങളിപ്പോ ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന് വെക്ക്, ഇപ്പൊ നിങ്ങൾ ആസ് എ ബിഗിനർ, നിങ്ങളുടെ സ്കിൽസ് ഒന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് S1 ഇപ്പൊ കഴിഞ്ഞു, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം S2 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ആദ്യമേ ജസ്റ്റ് ഒരു ഓൺലൈൻ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം, ഓൺലൈൻ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല. നമുക്ക് എല്ലാവർക്കും നല്ല ബോറടി ആയിരിക്കും. ഇപ്പം ഓൺലൈൻ ഇന്റേൺഷിപ്പ് നടത്തുന്ന ഇപ്പൊ ചിലര് 3 hour ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി ക്ലാസ് എടുക്കും. ഇപ്പൊ ഒരു 1 week ഫുൾ ഓൺലൈൻ ആയിട്ടൊക്കെ നടത്തും. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ അത് എടുക്കുമെങ്കിൽ നമുക്ക് ആ ക്ലാസ് കേട്ടിരിക്കാനും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ ഒരു ഓൺലൈൻ ഇന്റേൺഷിപ്പ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുമ്പം ഒട്ടും സുഖമുള്ള ഒരു പരിപാടി അല്ലായിരിക്കും. പിന്നെ അതിന്റെ അറ്റൻഡൻസ് അവർ മോണിറ്റർ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഗൂഗിൾ മീറ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ലീവ് ചെയ്താൽ തന്നെ നമുക്ക് അവിടെ അറ്റൻഡൻസ് വീഴും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ഭേദം നിങ്ങൾ അതിന് അറ്റൻഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇപ്പൊ AI ഒരു ഇന്റേൺഷിപ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു,
അപ്പം ആ AI അവരതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് അത് എഴുതി വെക്കോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് S1 നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ റെസ്യൂമേൽ അത് വെക്കാൻ പറ്റും. എനിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാം, അവർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ലെവലിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം എഴുതാൻ പറ്റും. അപ്പൊ S2 നിങ്ങൾ ആദ്യമേ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒരു ഓൺലൈൻ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണം. നമുക്ക് ഇപ്പം എന്റെ EC ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ എന്തെങ്കിലും ചെറിയ ചെറിയ സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് തന്നെ കൂടെ ഇരുത്തി അവർ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഇപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെ കുറിച്ച് പഠിപ്പിച്ചു തരും. ഇപ്പൊ ലോറാവാൻ കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അറിയാനാണെങ്കിൽ നമുക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷൻ അതിനെ പറ്റി ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ലിങ്ക്ഡിനിൽ തന്നെ അവൈലബിൾ ആണ്. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ എല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനത്തെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വെക്കേഷൻ കിട്ടുമല്ലോ, അപ്പൊ സെം ബ്രേക്ക് എന്നുള്ള ഒരു പരിപാടി നിങ്ങൾ വെറുതെ ഇങ്ങനെ കളയാതെ ഇപ്പൊ S2 തന്നെ സെം ബ്രേക്കിൽ പോയി നിങ്ങൾ ഇത് ചെയ്യണം ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നിങ്ങൾക്കും ആഗ്രഹം കാണും, കുറച്ചേരം ചുമ്മാ ഇരിക്കണോ മടുത്തൊക്കെ കാണും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടും, ഇപ്പൊ എന്തെങ്കിലും ഒരു വെക്കേഷൻ ടൈമിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു കമ്പനിയിൽ പോയിട്ട് ഒരു 1 വീക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് എന്തായാലും പെയ്ഡ് ആയിരിക്കും, പക്ഷെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ വളരെ വലുതായിരിക്കും. ഇപ്പൊ കെൽട്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ക്യാമറ ഉണ്ടല്ലോ, AI ക്യാമറ റോഡിലേക്ക്, അപ്പം അതിന്റെ ഒക്കെ ഒരു ഇന്റേൺഷിപ്പ് അവർ തന്നിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ പോയി നിന്ന് നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു സംഭവത്തിൽ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അല്ലാതെ ഈ കോഡിങ് നിങ്ങൾക്ക് വേണ്ടെന്നല്ല, കാരണം ഈ ഒരു ഇന്റർവ്യൂ ലെവൽ വരെ എത്താൻ നിങ്ങൾ ആദ്യമേ ഒരു കോഡിംഗ് റൗണ്ട് പാസ് ആവേണ്ടതുണ്ട്. കോഡിംഗ് ഇല്ലാത്ത ജോലി ഉണ്ട്. അപ്പം കോഡിംഗ് ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലാത്തവര് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ജോലിക്ക് പോവാൻ നോക്കുന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ പറഞ്ഞ ഇന്റേൺഷിപ്പും സ്കിൽസും ഒക്കെ എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ ഡെവലപ്പ് ചെയ്ത് വെക്കണം. എന്തെങ്കിലും പരിപാടി ആയിക്കോട്ടെ. ഇപ്പൊ ഹാക്കത്തോൺ എന്താണെന്ന് അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് കുറെ പേര്. ഹാക്കത്തോൺ എന്ന് വെച്ചാൽ നമുക്ക് വർക്ക്ഷോപ്പ് പോലെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് ഉണ്ട്, അപ്പം അവർ അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരും. നമുക്ക് ആദ്യം അവർ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പൊ ആർഡിനോ, അതിനെക്കുറിച്ച് അവർ പറഞ്ഞു തന്നിട്ട് നമുക്ക് അത് കാണിച്ചും തരും. നമുക്ക് കാണിച്ചു തന്നിട്ട് ചില ഹാക്കത്തോണൊക്കെ നമുക്ക് തന്നെ അവർ കൂടെ നിന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. അല്ലാത്ത ചിലത് ജസ്റ്റ് അവർ പറഞ്ഞു വിടുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ പോവാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.